ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്നു. ഇരുനില കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം അടർന്നു വീണെങ്കിലും പരിസരത്തുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. പതിവായി ആൾ സഞ്ചാരമുള്ള ഭാഗത്തെ കെട്ടിടത്തിൻ്റെ തകർച്ചയിലായ ഭാഗങ്ങൾ നീക്കി അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമായി. This news brought to by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്. ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ അടർന്നു വീഴുന്നു. കാലപ്പഴക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡിൻ്റെ ഭാഗമാണ് അടർന്നു വീണത്. ഈ സമയം പരിസരത്തുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. 2000-ൽ ഉദ്ഘാടനം ചെയ്ത ഇരുനില കെട്ടിടത്തിൻ്റെ തറനിരപ്പിൽ നിന്നും വടക്ക് ഭാഗത്തുള്ള സൺഷെയ്ഡാണ് തകർന്നു വീണത്. ഒരു ടീ ഷോപ്പ് പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് എപ്പോഴും ആളുകൾ കൂടി നിൽക്കുന്നതാണെങ്കിലും സംഭവ സമയം ഒരാൾ മാത്രമേ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത്. ബസ് സ്റ്റാൻഡിനുള്ളിലെ കെട്ടിടമായതിനാൽ ഈ ഭാഗത്ത് എപ്പോഴും ആൾസഞ്ചാരമുള്ളതാണ്. കെട്ടിടത്തിൻ്റെ പല ഭാഗത്തും സമാനമായി കോൺക്രീറ്റ് ഭാഗങ്ങൾ ജീർണിച്ച നിലയിലായതിനാൽ ഇനിയും അപകട സാധ്യത നിലനിൽക്കുകയാണ്. CCNet ന്യൂസ്, ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.